ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ മോഡൽ എക്സാം ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഫിസിക്സ് നിങ്ങൾ ഗംഭീരമാക്കി. എങ്കിൽ പോലും ഫിസിക്സിൻ്റെ കംപ്ലീറ്റ് ആൻസർ കീ ഡിസ്കഷനിലോട്ട് നമ്മൾ കിടക്കാൻ പോവുകയാണ്. ഓരോ ചോദ്യങ്ങൾക്കും എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്, എങ്ങനെ ഉത്തരം എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുക എന്ന കാര്യങ്ങളെല്ലാം ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പോവുകയാണ്. +1 ഫിസിക്സ് മോഡൽ എക്സാമിൻ്റെ ഡീറ്റെയിൽ ആയ ആൻസർ കീ ഡിസ്കഷനിലോട്ട് കിടക്കാൻ പോവുകയാണ്. എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും തയ്യാറാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ആൻസർ കീ ഡിസ്കഷൻ്റെ കൃത്യമായ സ്ലൈഡ് വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യണം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇവിടെ കമൻറ്റ് ബോക്സിനകത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ലേറ്റ് ആക്കാതെ കാര്യങ്ങളിലോട്ട് കടക്കുന്നു. മക്കളെ, ആദ്യം 1 മാർക്കിൻ്റെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ചോദ്യങ്ങളിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. കൂൾ ഓഫ് ടൈം എല്ലാവർക്കും അറിയാം. നിങ്ങൾ കുറേ കാലമായിട്ട് ഈ കൂൾ ഓഫ് ടൈമൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്. എങ്കിൽ പോലും പല കുട്ടികളും പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ എന്നോട് പറയുന്ന കാര്യമാണ്, സാർ പല ചോദ്യങ്ങളും ഒരു തവണ കൂടി വായിച്ചതാണെങ്കിൽ എനിക്ക് നന്നായി തന്നെ എഴുതാൻ സാധിച്ചേനെ. എൻ്റെ അശ്രദ്ധ മൂലം പല ചോദ്യങ്ങളുടെ ഉത്തരവും തെറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണെങ്കിൽ എനിക്ക് ഉത്തരം കിട്ടിയേനെ എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ 15 മിനിറ്റ് എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. സോ ആ കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ സമയമാണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന ചോദ്യ പേപ്പറെ കൃത്യമായി തന്നെ മനസ്സിലാക്കാനും വിലയിരുത്താനും അതിനകത്തുള്ള ചോദ്യങ്ങളെല്ലാം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യാനുള്ള സമയമാണ് ഈ 15 മിനിറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. അത് നിങ്ങൾ ഈ പറയുന്ന മോഡൽ എക്സാമിന് എന്തെങ്കിലും പാളിച്ച വരുത്തിയെങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് അത് 15 മിനിറ്റ് നിങ്ങൾ ചോദ്യം വായിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ തന്നെ ഉപയോഗിക്കുക. 1 തവണയോ 2 തവണയോ അല്ല ചോദ്യം വായിക്കേണ്ടത്, 3 തവണയൊക്കെ കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളും വായിക്കുക. കാരണം ഒന്നാമത്തെ തവണ വായിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത പലതും രണ്ടാമത്തെ തവണ ചിലപ്പോൾ വായിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊന്നുകൂടി തറവാക്കാൻ വേണ്ടി 3ാമത്തെ 1 തവണ കൂടി ചോദ്യം വായിച്ചാൽ പിന്നെ എല്ലാം സെറ്റാണ്. സോ അതിനാൽ തന്നെ ചോദ്യങ്ങൾ എല്ലാവരും മനസ്സിരുത്തി ഒരു 3 തവണയെങ്കിലും വായിക്കുക. അതിനുവേണ്ടി 15 മിനിറ്റ് സമയം നിങ്ങൾ ഉപയോഗിക്കുക. മുന്നോട്ട് പോവാം. സോ ഗൈസ്, ആദ്യം 1 മാർക്കിൻ്റെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാൻ പോകുന്നത് 1 മാർക്ക് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ്. സിമ്പിളായ ചോദ്യങ്ങളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഇതെല്ലാം ലൈവിൽ പഠിപ്പിച്ച ചോദ്യങ്ങളാണ്. എല്ലാം ലൈവിൽ പഠിപ്പിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് മക്കളെ? 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത് എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവയിൽ ഏതാണ് മക്കളെ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു തരി സംശയം വേണ്ട, അത് മാസാണ്. 1 മാർക്ക് കിട്ടി. അത് മാസാണ്, 1 മാർക്ക് കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇത് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പാണ്. അടുത്തതിലൂടെ കിടക്കാം. ഇൻ കേസ് ഓഫ് യൂണിഫോം സർക്കുലർ മോഷനെ പ്ലെയിൻ ഓറിയൻറ്റഡ് ആയ ചോദ്യമാണ്. യൂണിഫോം സർക്കുലർ മോഷൻ്റെ കേസിൽ താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് കോൺസ്റ്റന്റ് അല്ലാത്തത് എന്നാണ് ചോദ്യം. ഡു നോട്ട് റിമൈൻ കോൺസ്റ്റന്റ്. ഇവയിൽ ഏതാണ് കോൺസ്റ്റന്റ് അല്ലാത്തത്? സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ്റെ ഡയറക്ഷനാണ് മാറുക, പക്ഷെ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. ആരാണ് ഇവിടെ കോൺസ്റ്റന്റ് അല്ലാത്തത്? അത് നമ്മുടെ സ്വന്തം വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ആ സർക്കുലർ ട്രാക്കിന് ടാൻജൻഷ്യൽ ആയിരിക്കും വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെലോസിറ്റിയാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റിലൂടെ കിടക്കട്ടെ. തേർഡ് വൺ. The centripetal force required for an artificial satellite to revolve around the earth is provided by. നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റിയൊക്കെ ഡിറൈവ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞു തന്ന കാര്യമാണ്. ഒരു സാറ്റലൈറ്റ് ഭൂമിയെ വലം വയ്ക്കുന്ന സാഹചര്യത്തിൽ അവൻ ആവശ്യമായ, കാരണം ഒരു സർക്കുലർ പാത്തിലൂടെ കറങ്ങുമ്പോൾ സർക്കുലർ മോഷൻ എക്സിബിറ്റ് ചെയ്യുമ്പോൾ അതിനാവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ സാറ്റലൈറ്റ് കറങ്ങുമ്പോൾ അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആരാണ് ആക്ട് ചെയ്യുന്നത് എന്ന് ഞാൻ പല കുറി പറഞ്ഞു തന്ന കാര്യമാണ്. ആരാണ് മക്കളെ? യെസ്, ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അത് നമ്മുടെ സ്വന്തം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. തീർച്ചയായും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. റൈറ്റ്, മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മാക്സിമം എലാസ്റ്റിസിറ്റി? ഇത് ജസിൽ സാറ് നമ്മുടെ ലൈവിൽ പല തവണ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചതാണ്. ഇവയിൽ ആർക്കാണ് എലാസ്റ്റിസിറ്റി കൂടുതൽ? ഇവയിൽ ആർക്കാണ് യങ്സ് മോഡുലസ് കൂടുതൽ? സ്റ്റീലിന് തന്നെയാണ്. സോ സ്റ്റീലിനായിരിക്കും കൂടുതൽ എലാസ്റ്റിസിറ്റി ഉണ്ടാവുക എന്ന കാര്യം തിരിച്ചറിയുക. 1 മാർക്കിൻ്റെ ചോദ്യം. അടുത്ത 1 മാർക്ക് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യനിലൂടെ കടന്നാലോ. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. വിസ്കോസിറ്റി ഓഫ് ഗ്യാസ്, അതിന് വലിയ പ്രാധാന്യമുണ്ട്.
വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് അല്ല, വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ആണ്. ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഗ്യാസിന്റെ വിസ്കോസിറ്റി കുറയുന്നു എന്നാണ് പറയുന്നത്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? തീർച്ചയായും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഗ്യാസിന്റെ വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുക, കുറയുകയല്ല. സോ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഗ്യാസ് ആയതുകൊണ്ട് അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസിന്റെ വിസ്കോസിറ്റി കൂടുകയാണ്, കുറയുകയല്ല എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഫൈൻ, അടുത്തലോട്ട് കടന്നാലോ? ആറാമത്തെ ചോദ്യമാണ്. ദ എനർജി റിക്വയർഡ് ടു ചേഞ്ച് എ സബ്സ്റ്റൻസ് ഫ്രം സോളിഡ് സ്റ്റേറ്റ് ടു ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് ഒരു എന്താ പറയുക സബ്സ്റ്റൻസിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി, ആ ഫേസ് ചേഞ്ച് നടക്കാൻ ആവശ്യമുള്ള എനർജിയെ വിളിക്കുന്ന പേരെന്താണ്? അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുക. എന്താണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നാണ് പറയുക. LF എന്നാണ് പറയുക. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അഥവാ സോളിഡ് ലിക്വിഡ് ഫേസ് ചേഞ്ചിന് ആവശ്യമുള്ള ഹീറ്റിനെ വിളിക്കുന്ന പേര് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നാണ് പറയുക. മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം, പഠിച്ചു വെക്കണം. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ഓക്കെ, അടുത്തത്. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ആവറേജ് കൈനറ്റിക് എനർജി എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൈനറ്റിക് തിയറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അവ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കൈനറ്റിക് എനർജി ഈക്വൽ ടു 3/2 kBT, റൈറ്റ്? 3/2 ഒരു കോൺസ്റ്റന്റ് ആണ്. KB എന്ന് പറഞ്ഞാൽ ബോൾസ്മാൻസ് കോൺസ്റ്റന്റ് ആണ്. T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. സോ കൈനറ്റിക് എനർജി എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? നമ്മുടെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. K ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? സോ അടുത്ത ഒരു മാർക്കിന്റെ ചോദ്യവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ കടക്കാൻ പോകുന്ന 2 മാർക്കിന്റെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യം മുതലുള്ള വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 2 മാർക്കാണ്. സോ 2 മാർക്ക് ക്വസ്റ്റ്യൻസിലോട്ടാണ് കടക്കാൻ പോകുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഓറിയൻറ്റഡ് ആയ ചോദ്യമാണ് ആദ്യത്തെ ചോദ്യം. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കൃത്യമായിട്ടൊരു 7 8 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാണിച്ചു തന്നു. ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ, ഇതിൽ നിന്ന് മാത്രമേ ചോദ്യം ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ 100 തവണ വാതോരാതെ പറഞ്ഞ കാര്യമാണ്. അതിൽ നിന്ന് തന്നെയല്ലേ ചോദ്യം വന്നിട്ടുള്ളൂ. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതിനപ്പുറം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. ആ വാല്യൂസ് പോലും മാറാതെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ 6.032 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഒരു സംശയവും വേണ്ട, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇവിടെ എത്ര ഉണ്ട്? ഇവിടെയും 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. കാരണം ലീഡിങ് സീറോസ് ഒന്നും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. സോ അതിനാൽ തന്നെ 2 സാഹചര്യങ്ങളിലും 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ഉള്ളത് എന്ന കാര്യം തിരിച്ചറിയുക. അടുത്ത 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ നമ്മളോട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് നൾ വെക്ടർ? സിമ്പിൾ അല്ലേ? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്താണ് മക്കളെ? 2 വെക്ടേഴ്സ്, ഒരു കോമൺ ഒറിജിൻ എന്നുള്ള 2 വെക്ടേഴ്സ് ഒരു പാരലോഗ്രാമിൻ്റെ 2 അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് അതിന് നമ്മൾ വരയ്ക്കുന്ന ഡയഗണലായിരിക്കും റിസൾട്ടൻറ്റിനെ സൂചിപ്പിക്കുന്നത്. കാര്യം മനസ്സിലായോ? 2 വെക്ടേഴ്സ് ഒരു പാരലോഗ്രാമിൻ്റെ 2 അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അവന് വരയ്ക്കുന്ന ഡയഗണലായിരിക്കും നമ്മുടെ റിസൾട്ടൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. സോ ചിത്രത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഇതാണ് എ, ഇതാണ് ബി എന്ന് പറയുന്ന 2 വെക്ടേഴ്സ്. ഈ 2 വെക്ടേഴ്സ് ഒരു പാരലോഗ്രാമിൻ്റെ 2 അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. എങ്കിൽ ആ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അവന് വരയ്ക്കുന്ന ഡയഗണലായിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ റിസൾട്ടൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. സോ ആറാണ് നമ്മുടെ റിസൾട്ടൻറ്റ് വെക്റ്റർ എന്ന് പറയും. ഇതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത്. സിമ്പിളായ കാര്യമല്ലേ? വളരെ സിമ്പിളാണ്. അടുത്ത നൾ വെക്റ്റർ. എന്താ മക്കളെ നൾ വെക്റ്റർ എന്ന് പറഞ്ഞാൽ? അതൊരു വെക്റ്ററാണ്. ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അവന് സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ടായിരിക്കുകയില്ല. മാഗ്നിറ്റ്യൂഡ് 0 ആണ്, അവന് നോ സ്പെസിഫിക് ഡയറക്ഷൻ എങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് നൾ വെക്റ്റർ. ഉദാഹരണം, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. ഇത് രണ്ടും എന്താണ്? നൾ വെക്റ്ററിന് ഉദാഹരണമാണ്. വേണമെങ്കിൽ ചോദ്യത്തിൽ പറയുന്നില്ല, എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി അവൻ്റെ പ്രോപ്പർട്ടീസ് കൂടി നോക്കിയാലോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് അവൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. വെൻ എ നൾ വെക്റ്റർ ഈസ് ആഡഡ് ടു എനി വെക്റ്റർ ദ വെക്റ്റർ റിമൈൻസ് അൺചേഞ്ച്ഡ്. അതായത് ശ്രദ്ധിച്ചോ മക്കൾ, എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പം നൾ വെക്റ്റർ പ്ലസ് എ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? എ വെക്റ്റർ ആണ് കിട്ടുക. നൾ വെക്റ്റർ മറ്റേത് വെക്റ്ററിൻ്റെ കൂടെ ആഡ് ചെയ്താലും നമ്മുടെ ഉത്തരം ആ പെർട്ടിക്കുലർ വെക്റ്റർ തന്നെയാണ്. സോ നൾ വെക്റ്റർ പ്ലസ് എ വെക്റ്റർ എന്താണ് കിട്ടുക? എ വെക്റ്റർ ആണ് കിട്ടുക എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്ത, മൾട്ടിപ്ലൈങ് എ നൾ വെക്റ്റർ ബൈ എനി സ്കേലാർ ദ ഗിവൺ ആൻസർ വിൽ ബി എ നൾ വെക്റ്റർ.
അതായത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയും നൾ വെക്ടറും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഒരു നൾ വെക്ടർ തന്നെയായിരിക്കും. ഉദാഹരണം, ഇപ്പോൾ ലാംഡ ഇൻറ്റു നൾ വെക്ടർ ഈസ് ഈക്വൽ ടു നൾ വെക്ടർ ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് എനി വെക്ടർ വിത്ത് എ നൾ വെക്ടർ ഈസ് 0. നമ്മൾ ഏതെങ്കിലും ഒരു വെക്ടറിൻ്റെ കൂടെ നൾ വെക്ടർ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു എന്ന് വിചാരിക്കുക. നൾ വെക്ടർ ഡോട്ട് എ വെക്ടർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 എന്ന് വരും. കാരണം ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഉത്തരം ഒരിക്കലും വെക്ടർ ക്വാണ്ടിറ്റി അല്ല, സ്കേലാർ ക്വാണ്ടിറ്റി അല്ലേ. അതിനാൽ തന്നെ ഉത്തരം 0 ആണ് കിട്ടുക, നൾ വെക്ടർ അല്ല, 0 ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്തത്, ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് എനി വെക്ടർ വിത്ത് നൾ വെക്ടർ, ദ ആൻസർ വിൽ ബി നൾ വെക്ടർ. ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? നൾ വെക്ടർ ആയിരിക്കും കിട്ടുക കേട്ടോ. സോ ആൻസർ വിൽ ബി നൾ വെക്ടർ. ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. പ്രോപ്പർട്ടീസ് മോഡൽ എക്സാമിന് ചോദിച്ചില്ലെങ്കിലും ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചു വെക്കുക, സിമ്പിൾ. അടുത്ത, 2 ബോഡീസ് സ്റ്റിക്ക് ടുഗദർ ആഫ്റ്റർ കൊളിഷൻ. 2 ബോഡീസ് കൊളിഷന് ശേഷം സ്റ്റിക്കായി അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് വിചാരിക്കുക. അത് ഏതുതരം കൊളിഷനാണ്? ഒരു സംശയവും വേണ്ട, ഇറ്റ് ഈസ് ഇൻഇലാസ്റ്റിക് അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണ്. അതൊരു ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണെന്ന് പറയാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് കൊളിഷൻ ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ്? ഏതുതരം കൊളിഷനിലാണ് ടോട്ടൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കുക? യെസ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. അത് ഇലാസ്റ്റിക് കൊളിഷനിലാണ്. ഇലാസ്റ്റിക് കൊളിഷനിലാണ് ടോട്ടൽ കൈനറ്റിക് എനർജി എന്തായിരിക്കുക? കൺസേർവ്ഡ് ആയിരിക്കുക എന്ന കാര്യം മനസ്സിലാക്കണം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? മുന്നോട്ട് പോയാലോ? അടുത്ത, ഡിഫൈൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ? അതിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്കറിയാലോ. മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, ഒരു റൊട്ടേറ്റിംഗ് ബോഡിക്ക് അതിൻ്റെ അവസ്ഥയിൽ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണെന്ന് പറയുക മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുക. I ഈക്വൽ ടു mr² എന്ന് പറയുന്ന ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. I ഈസ് ഈക്വൽ ടു mr². സോ എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? മാസിനെയും റേഡിയസിനെ, ആറിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്ന കാര്യം മനസ്സിലാക്കുക. ഫൈൻ, ഓക്കെ. മാസ് ആൻഡ് ആൾസോ ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ അബൌട്ട്സ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ആ മാസിലോട്ടുള്ള ദൂരം, അതാണ് ആർ. ആ ആറിനെയും മാസിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഇതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ. മുന്നോട്ട് പോവാം, പടാ. അടുത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ലൈഡിനകത്ത്, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ എ ക്വസ്റ്റ്യൻ വളരെ നിസ്സാരമാണ്. ബി ക്വസ്റ്റ്യൻ ആയിരിക്കും കുറച്ച് അനിയന്മാർക്കും അനിയത്തിമാർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുക. പക്ഷെ അതും വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത് എന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ, കെപ്ലേഴ്സിൻ്റെ സെക്കൻഡ് ലോ. കെപ്ലേഴ്സിൻ്റെ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് ലോ ഓഫ് ഏരിയാസ് ആണ്. കെപ്ലേഴ്സിൻ്റെ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ അത് ലോ ഓഫ് ഏരിയാസ് ആണ്, എല്ലാവർക്കും അറിയാലോ. അതായത് നമ്മുടെ സ്വന്തം പ്ലാനറ്റുകളെല്ലാം സൂര്യന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് കറങ്ങുന്നത്. അങ്ങനെ എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്ന പ്ലാനറ്റ് സൂര്യനെ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഏരിയാസ് ആണ് കവർ ചെയ്യുക. സൂര്യന് ചുറ്റും ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഏരിയാസ് ആയിരിക്കും എന്ത് ചെയ്യുക? കവർ ചെയ്യുക എന്ന കാര്യം മനസ്സിലാക്കുക. ഇതാണ് ലോ ഓഫ് ഏരിയാസ്. അഥവാ ഏരിയൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈക്വൽ എന്ന് പറയാം എ കോൺസ്റ്റന്റ് എന്ന് പറയാം. അഥവാ ഏരിയൽ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്തത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ പലർക്കും ബുദ്ധിമുട്ടായിട്ട് പറയാറുള്ള ചോദ്യമാണ്, പക്ഷെ നിസ്സാരമായി തന്നെ അടിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ശ്രദ്ധിക്കടാ, 2 പ്ലാനറ്റുകൾ, 2 planets ഓർബിറ്റ് ദ സൺ ഇൻ സർക്കുലർ ഓർബിറ്റ്. 2 പ്ലാനറ്റുകൾ സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവയുടെ റേഡിയസ് എങ്ങനെയാണ്? ഒന്നാമത്തതിൻ്റെ R1 ഈക്വൽ ടു R, രണ്ടാമത്തതിൻ്റെ റേഡിയസ് R2 ഈക്വൽ ടു എന്താണ്? 4R ആണെന്ന് അവർ പറയുന്നു. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ ടൈം പീരീഡ്. മക്കളെ, റേഡിയസും ടൈം പീരീഡും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന കെപ്ലേഴ്സിൻ്റെ ലോ ഏതാണ്? ഏത് ലോയിലാണ് റേഡിയസും ടൈം പീരീഡും തമ്മിൽ റിലേറ്റ് ചെയ്യപ്പെടുന്ന? ഒന്ന് പറയടാ. റേഡിയസും ടൈം പീരീഡും തമ്മിൽ റിലേറ്റ് ചെയ്യപ്പെടുന്ന ലോ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് പീരീഡ്സ് ആണ്. സംശയമില്ലാലോടാ. എന്താ ലോ ഓഫ് പീരീഡ്സിൻ്റെ ഇക്വേഷൻ? T² ഈസ് പ്രപ്പോർഷണൽ ടു A³ ആണ്. T² ഈസ് പ്രപ്പോർഷണൽ ടു A³ ആണ്. സംശയമില്ലാലോ, ആർക്കും തന്നെ സംശയമില്ലല്ലോ. T² ഈസ് പ്രപ്പോർഷണൽ ടു A³. ഇവിടെ Aക്ക് പകരം റേഡിയസിൻ്റെ ടേംസിൽ എഴുതാം. തീർച്ചയായും റേഡിയസിൻ്റെ ടേംസിൽ എഴുതാം. അതായത് നമുക്ക് ഒന്നാമത്തെ പ്ലാനറ്റിൻ്റെ ആണെങ്കിൽ T1² ഈസ് പ്രപ്പോർഷണൽ ടു R1³, T2² ഈസ് പ്രപ്പോർഷണൽ ടു R2³ എന്ന് എഴുതാം. കൃത്യമായിട്ട് മനസ്സിലായില്ല? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? നമുക്ക് ഈ 2 ഇക്വേഷൻ ഒന്ന് ഡിവൈഡ് ചെയ്താലോ? ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. നമുക്ക് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. വാടാ മക്കളെ. സോ T1² ഡിവൈഡഡ് ബൈ T2² ഈക്വൽ ടു R1³ ഡിവൈഡഡ് ബൈ R2³. ഇക്വേഷൻ നമ്പർ 3. സ്ക്വയറും ക്യൂബൊക്കെ ഹോളായിട്ട് നമുക്ക് ഇടാലോ. T1² ബൈ T2²നെ T1 ബൈ T2 ഹോൾ സ്ക്വയർ എന്നും R1³ ഡിവൈഡ് ബൈ R2³ R1 ബൈ R2 ഹോൾ ക്യൂബ് എന്ന് എഴുതാലോ. തീർച്ചയായിട്ടും എഴുതാം. ശ്രദ്ധിക്കടാ. അപ്പോൾ T1 ബൈ T2 ഹോൾ സ്ക്വയർ
ഈസ് ഈക്വൽ ടു R1/R2 ഹോൾ ക്യൂബ്. കൃത്യമായിട്ട് മനസ്സിലായില്ല, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇതിന് ഇക്വേഷൻ നമ്പർ എത്രയായി കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 4 കൊടുക്കാം. ഇനി നമ്മുടെ റീപ്ലേസ്മെൻറ്റുകളിലോട്ട് കിടക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം, മുഴുവൻ മക്കളും ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് അവർ പറയുന്നത് നോക്കടാ. R1 എന്ന് പറഞ്ഞാൽ 6 ആണ്. അവർ പറയുന്നത് കൃത്യമായിട്ട് എഴുതുവാണേ. R1 എന്ന് പറഞ്ഞാൽ 6 ആണ്. R2 എന്ന് പറഞ്ഞാൽ 4R ആണ്. R2 ഈക്വൽ ടു 4R. റെഡി? അടിപൊളിയല്ലേ? സോ ആ കാര്യങ്ങൾ നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാലോ. ചെയ്യാൻ നോക്കടാ. അപ്പം T1/T2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു R1 പകരം 6 എന്ന് തന്നെ കൊടുക്കുകയാണ്. R ഡിവൈഡഡ് ബൈ R2 പകരം 4R. 4R ഹോൾ ക്യൂബ്. ഓൾ സെറ്റ്. ഇവിടെ ഏതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ നോക്കടാ. ആറും തമ്മിൽ ക്യാൻസൽ ചെയ്തു. ആറും തമ്മിൽ ഞാൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. വേറെ ഒന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ? 4ൻ്റെ ക്യൂബ് എത്രയാണ്? 4ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ 64. സോ T1/T2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? 1/64 എന്ന് കിട്ടും. 1/64. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലാലോടാ? ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് എടുക്കുകയാണേ. അപ്പോൾ T1/T2 ഈക്വൽ ടു 64ൻ്റെ റൂട്ട് എത്രയാണ്? 64ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ 8 എന്ന് കിട്ടും. ദെർഫോർ നമുക്ക് പറയാൻ സാധിക്കും T2 ഈക്വൽ എന്ത് കിട്ടും? T2 ഈക്വൽ ടു, ശ്രദ്ധിക്കണം, നമുക്ക് രണ്ടാമത്തെ അല്ല ആവശ്യമുള്ളത്, അതായത് സെക്കൻഡിൻ്റെ ടൈം പീരീഡാണ് നമുക്ക് ആവശ്യമുള്ളത്. ദാറ്റ് ഈസ് വി നീഡ് T2 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ അല്ലെങ്കിൽ നമുക്ക് ഈ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? T1/T2 അല്ല റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. T2 കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ പീരീഡ്. വി ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ. ദാറ്റ് ഈസ് T1/T2 തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. 1/8. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉത്തരം. വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? റേഷ്യോ ആയതുകൊണ്ട് 1:8 എന്ന് എഴുതാം. റേഷ്യോ ആയതുകൊണ്ട് 1:8 എന്ന് എഴുതിയാലും പ്രശ്നമില്ല, അല്ലെങ്കിൽ 1/8 എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? വളരെ സിമ്പിളാണ്. ലോ ഓഫ് പീരീഡ്സ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്ന കാര്യമാണ്. സോ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതിൻ്റെ വേറെ കൈൻഡ് ഓഫ് വേരിയൻസ് ആണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതേ ചോദ്യം ഡിക്റ്റോ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ കുറേ വേരിയൻ, സാറ്റേണും അതുപോലെ തന്നെ എർത്തും തമ്മിലുള്ള ടൈം പീരീഡിൻ്റെ കാര്യം, അതുപോലെ തന്നെ ഭൂമിയുടെ ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം, എല്ലാം ഇതേ ഫോർമുല ഓറിയൻറ്റഡ് ആയിട്ട് ഇതേ പാറ്റേണിൽ തന്നെയാണ് സോൾവ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ അതേ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈസി ആയി തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. നിങ്ങൾക്കിത് പലർക്കും സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി ഇതിപ്പോൾ സാധിച്ചില്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട. ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് ഇതുപോലൊരു ചോദ്യം വന്നാൽ ഗംഭീരമായിട്ട് അറ്റൻഡ് ചെയ്യുക. അത്ര മാത്രം ചെയ്താൽ മതി. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. അടുത്ത ക്വസ്റ്റിനിലോട്ട് കിടക്കുന്നു, ശ്രദ്ധിക്കണം. ഹിയർ ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 13ാമത്തെ ചോദ്യമാണ്. ഓക്കെ, റെഡി അല്ലേ? 13ാമത്തെ ചോദ്യം ഇതേപോലെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി അവർ പറയുന്നത് 40% സോഴ്സിൻ്റെ ടെമ്പറേച്ചർ 227 ഡിഗ്രി സെൽഷ്യസ് ആണ്. കണ്ടുപിടിക്കേണ്ടത് സിങ്കിൻ്റെ ടെമ്പറേച്ചറാണ്. വി ഹാവ് ടു ഫൈൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് എ സിങ്ക്. സിമ്പിളായി കണ്ടുപിടിക്കാം. അത് ഞാൻ ഗിവൺ ഡാറ്റ ഒന്ന് എഴുതി തരട്ടെ. എഫിഷ്യൻസി ഈക്വൽ ടു 40% അല്ലേ? നമ്മളതിനെ കൃത്യമായി ഫ്രാക്ഷണൽ വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ 100 കൊണ്ട് ഹരിക്കുക. സോ 0.4 എന്ന് കിട്ടും. അടുത്തത് സോഴ്സിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും T1. ദാറ്റ് ഈസ് ഈക്വൽ ടു 227 ഡിഗ്രി സെൽഷ്യസ്. കെൽവിനിലോട്ട് മാറ്റുമ്പോൾ 227 പ്ലസ് എന്ത് കിട്ടും? 273. നമുക്കറിയാലോ കെൽവിനിലോട്ട് മാറ്റാൻ. 227 പ്ലസ് 273 എത്രയാണ്? 500 ആണ്. സോ 500 കെൽവിൻ എന്ന് കിട്ടും. നമുക്ക് T2 അഥവാ നമ്മുടെ സിങ്കിൻ്റെ ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് T2. ഇവ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഞാൻ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചാണ്. ഇതേപോലുള്ള ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തതുമാണ്. സോ എഫിഷ്യൻസി ഈക്വൽ ടു 1 മൈനസ് T1/T2 ആണ്. എഫിഷ്യൻസി ഈക്വൽ 1 മൈനസ് T2/T1 ആണ്. T2/T1 ആണ്. എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. എഫിഷ്യൻസി എത്രയാണ്? 0.4 ആണ്. സോ 0.4 ഈക്വൽ ടു 1 മൈനസ് T2 എത്രയാണ് മക്കളെ? T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. T1 എത്രയാണ്? 500 അല്ലേ? യെസ്, 500 ആണ്. റെഡി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് ഇടുകയാണ്. നെഗറ്റീവ് ടേമിന് ഇങ്ങോട്ട് എടുത്താൽ T2/500 ഈക്വൽ ടു 1 മൈനസ് 0.4. അപ്പോൾ T2/500 ഈക്വൽ ടു എന്ത് വരുടാ? 0.6 എന്ന് വരും. ദെർഫോർ T2 ഈക്വൽ ടു 0.6 ഇൻറ്റു എന്ത് വരും? 500 എന്ന് വരും. 0.6 ഇൻറ്റു 500 എത്രയാണ്? 3 I3 15 I6 30. സോ എത്ര കിട്ടും? 300 എന്ന് കിട്ടും. റൈറ്റ്, 300 കെൽവിൻ. സോ T2 ഈക്വൽ ടു 300 കെൽവിൻ. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലാലോടാ? സോ സിമ്പിൾ, ഈസി ആയ ക്വസ്റ്റൻ അല്ലേ? വളരെ സിമ്പിളായ ക്വസ്റ്റൻ, ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റൻ ആണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നേരിട്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. സെറ്റാക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ ഗൈസ്, അടുത്ത 2 മാർക്കിൻ്റെ ചോദ്യത്തിലോട്ട് കടക്കുന്നു.
Here is the next question. Calculate the RMS velocity of molecule of oxygen at a temperature 100 degrees Celsius. RMS velocity കണ്ടുപിടിക്കണം. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇതേ ചോദ്യം ജസീൽ സാർ നിങ്ങളെ ലൈവിൽ പഠിപ്പിച്ചതാണ്. VRMS ഈക്വൽ ടു റൂട്ട് ഓഫ് 3RT/m. 3RT/m. ഇതാണ് നമ്മുടെ ഫോർമുല. എല്ലാ കാര്യങ്ങളും ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. സോ VRMS ഈക്വൽ ടു റൂട്ട് ഓഫ് 3 ഇൻറ്റു ആറിൻ്റെ വാല്യൂ എത്രയാണ്? 8.314. ടി എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. 100 + 273 373 കെൽവിൻ എന്ന് കിട്ടും. മാസ്, മോളാർ മാസ് 32 ഗ്രാം ആണ്. കിലോഗ്രാമിലോട്ട് മാറ്റുമ്പോൾ 32 × 10⁻³ ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 539 m/s ആണ് കേട്ടോ. ആൻസർ വിൽ ബി 539 m/s. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നേരിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യം. എല്ലാ പാരാമീറ്റേഴ്സിനെയും ജസ്റ്റ് ഒന്ന് SI യൂണിറ്റിലോട്ട് മാറ്റുക, വേറെ ഒന്നുമില്ല. അതായത് ടെമ്പറേച്ചർ അവർ നൽകിയിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിലാണ്, അതിനെ കെൽവിനിലോട്ട് മാറ്റുക. അതുപോലെ തന്നെ മാസ് നൽകിയിരിക്കുന്ന 32 ഗ്രാമിലാണ്, കിലോഗ്രാമിലോട്ട് മാറ്റുക. ദാറ്റ്സ് ഇറ്റ്. വേറെ ഒരു മാറ്റവും ഇല്ല. സിമ്പിളായി തന്നെ പ്രൊസീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു 3 മാർക്കിൻ്റെ കാറ്റഗറി ഓഫ് ക്വസ്റ്റൻ ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 3 മാർക്കാണ്. സോ ഇറ്റ് ഈസ് എ 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഡയറക്റ്റായി സിമ്പിളായി കണ്ടുപിടിക്കാൻ പറ്റുന്ന 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുവാണ്. S = UT + ½ എന്ന് പറയുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ഡെറിവേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം പല കുറി ഡെറിവേഷൻസ് ഒക്കെ പഠിപ്പിച്ച കാര്യമാണ്. സോ അതിനാൽ തന്നെ ഡെറിവേഷൻ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്കൊന്ന് ബ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടി അത് ഉപകരിക്കുമെന്ന് പറഞ്ഞിട്ട് സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. S = UT + ½ ഡെറിവേഷൻ, സിമ്പിളായ ഡെറിവേഷൻ, ഞാൻ തന്നെ എഴുതിയ ഡെറിവേഷനാണ്. സോ സിമ്പിൾ. സെറ്റ്. അടുത്തത് ബാങ്കിങ് ഓഫ് ഫ്രോഡ്. ഞാൻ ആക്ച്വലി ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഈ ബാങ്കിങ് ഓഫ് ഫ്രോഡ് ഞാനൊരു 5 മാർക്കിനാണ് പ്രതീക്ഷിച്ചത്. നിങ്ങളും അത് തന്നെയല്ലേ പ്രതീക്ഷിച്ചത്? പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് പരീക്ഷയിൽ ചോദിച്ചത് 3 മാർക്കിനാണ്. വെറും 3 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ബാങ്കിങ് ഓഫ് ഫ്രോഡ് നമ്മുടെ ചോദ്യപേപ്പർ ഉണ്ടായിരുന്നത്. പക്ഷേ സിമ്പിളായി തന്നെ ആ 3 മാർക്ക് ഉറപ്പിക്കാം. അതായത് ഇവിടെയുള്ള എല്ലാ ഫോഴ്സുകളും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. മാക്സിമം പെർമിസിബിൾ സ്പീഡിൻ്റെ ഇക്വേഷനും എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ഏതൊക്കെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുക, ഫോഴ്സുകൾ മാർക്ക് ചെയ്യുക. സിമിലർ വേ മാക്സിമം പെർമിസിബിൾ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യുക, എഴുതുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നിസ്സാരമായ പരിപാടിയാണ്. പക്ഷേ ഞാൻ നിങ്ങളുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ആ ഫോഴ്സുകളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. സിമിലർ വേ ആ ഡെറിവേഷനും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സൗകര്യപ്രകാരം നോക്കുക. ഡെറിവേഷൻ ഫൈനൽ ആൻസർ മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് RG × μs + tan θ / 1 - μs tan θ. സിമ്പിളാണ്. ചില പരീക്ഷകളിൽ മാക്സിമം പെർമിസിബിൾ സ്പീഡിൻ്റെ കൂടെ തന്നെ ഒപ്റ്റിമം സ്പീഡും ചോദിക്കാറുണ്ട്. ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് ഇത് ചിലപ്പോൾ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. സോ അതിനാൽ തന്നെ ഒപ്റ്റിമം സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്രിക്ഷൻ 0 കൊടുക്കുക. സോ ഒപ്റ്റിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് RG tan θ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. ദിസ് ഈസ് ഇമ്പോർട്ടൻ്റ്, റൈറ്റ്? റൂട്ട് ഓഫ് RG tan θ. അടുത്തതിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത പോസിബിലിറ്റി ഉള്ള അടുത്ത പ്രധാനപ്പെട്ട ചോദ്യത്തിലോട്ട് കിടക്കുന്നു. ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഇൻ ലീനിയർ മോഷൻ. ലീനിയർ മോഷനിലുള്ള മാസിൻ്റെ റൊട്ടേഷണൽ അനലോഗ് എന്താണ് മക്കളെ? നമുക്കറിയാം, അത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. MI ആണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം. ആ ചാപ്റ്ററിൽ എന്തായാലും ചോദിക്കുമെന്ന് ഉറപ്പുള്ള ചോദ്യമാണ്. ടോർക്കും ആംഗുലർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റൻ ആണ്. ഇതല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം നിങ്ങൾക്കറിയാം, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ആണ്. സോ ഇവിടെ ചോദിച്ചത് ടോർക്കും ആംഗുലർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷനാണ്. ആ ഡെറിവേഷനാണ് ഞാനത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൗകര്യപ്രകാരം നിങ്ങൾ ആ ഡെറിവേഷൻ മനസ്സിലാക്കുക. ഓൾറെഡി എല്ലാവർക്കും ആ ഡെറിവേഷൻ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും ഞാൻ സ്ലൈഡിനകത്ത് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തതിലൂടെ കിടക്കാം. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ഹുക്സ് ലോ ഓഫ് എലാസ്റ്റിസിറ്റി. ഹുക്സ് ലോ എന്താണ് എന്ന കാര്യവും അടുത്ത ബൾക്ക് മോഡുലസ് കണ്ടുപിടിക്കാനുള്ള കാര്യം, ബൾക്ക് മോഡുലസ് നൽകിയിട്ടുണ്ട്. കംപ്രസിബിലിറ്റി കണ്ടുപിടിക്കാനുള്ള കാര്യം സിമ്പിളായി തന്നെ ചെയ്യാലോ. വാടാ. സോ സിമ്പിൾ. ആദ്യം ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്, അല്ലെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേര് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ആണ്. പഠിച്ചു വെക്കുക. വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്, അല്ലെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേര് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ആണ്. റെഡി അല്ലേ? കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, ചോദ്യത്തിനകത്ത് അവരെന്ത് നൽകിയിട്ടുണ്ട്? ബൾക്ക് മോഡുലസ് അവർ നൽകിയിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് കംപ്രസിബിലിറ്റിയാണ്. വി ഹാവ് ടു ഫൈൻഡ് കംപ്രസിബിലിറ്റി. റെഡി അല്ലേ? കംപ്രസിബിലിറ്റിയുടെ ഫോമിൽ എല്ലാവർക്കും അറിയാം. കംപ്രസിബിലിറ്റി ഈക്വൽ ടു 1 / ബൾക്ക് മോഡുലസ് ആണ്. സോ 1 / 2.3 × 10⁻⁹. ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 0.435 ആണ്. ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. 0.435 × 10⁻⁻9 എന്ന് കിട്ടും. സോ കംപ്രസിബിലിറ്റി ഈക്വൽ ടു 0.435 ×
10⁻⁹ യൂണിറ്റ് നേരെ തിരിച്ചെഴുതാം. അതായത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലേ, മീറ്റർ സ്ക്വയർ പെർ ന്യൂട്ടൺ എന്ന് നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ പാസ്കൽ പവർ ഓഫ് -1. നിങ്ങൾക്ക് ഏത് കൺവീനിയൻ്റ് ആയ യൂണിറ്റ് അത് വേണമെങ്കിൽ എഴുതാം. അതായത് മീറ്റർ സ്ക്വയർ പെർ ന്യൂട്ടൺ എന്ന് എഴുതാം, അല്ലെങ്കിൽ പാസ്കൽ പവർ ഓഫ് -1 എഴുതാം. രണ്ടും ശരിയാണ്, രണ്ടും കൃത്യമായ ഉത്തരമാണ്. ഇത് പഠിക്കുക കേട്ടോ. ഇതേപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ ചോദിക്കാം. ഇത് സാധാരണഗതിയിൽ ഇതിൻ്റെ ന്യൂമറിക്കൽ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത് ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കൽ എന്താണ് ഡാഷ് ഇട്ട് തരാറുണ്ട്. അതായത് 1 മാർക്കിൻ്റെ കാറ്റഗറി. ഇതിപ്പോൾ 2 മാർക്കിനല്ലേ ന്യൂമറിക്കൽ ആയതുകൊണ്ട് 1 മാർക്കിൻ്റെ കാറ്റഗറിയിൽ എങ്ങനെയാണ് ചോദിക്കുക? ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ഈസ് ഡാഷ്. അപ്പോൾ നമ്മൾ എഴുതണം അത് കംപ്രസബിലിറ്റി ആണ്. കംപ്രസബിലിറ്റി യൂണിറ്റ് എന്താണ് എന്നൊക്കെ 1 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കട്ടെ. ശ്രദ്ധിക്കണം മക്കളെ, സിമ്പിളായ ക്വസ്റ്റൻ ആണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം അല്ലേ? യെസ്, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ചോദ്യം ഇതാണ് അതിൻ്റെ ഉത്തരം. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്തായിരിക്കും? ഓരോ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയും കോൺസ്റ്റന്റ് ആയിരിക്കും. ടർബുലന്റ് ആണെങ്കിൽ വെലോസിറ്റി കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ചിത്രം വൈസ് ഞാൻ ചിത്രവും നിങ്ങൾക്ക് എക്സാമ്പിൾ സഹിതം നൽകിയിട്ടുണ്ട്. അടുത്തത് ഒരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. വെലോസിറ്റി ഓഫ് ഫ്ലോയും അതുപോലെ തന്നെ ക്രോസ് സെക്ഷൻ ഓഫ് ദ പൈപ്പും, ഏരിയയും വെലോസിറ്റിയും എന്നുള്ള ഗ്രാഫാണ്. രണ്ടും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. വെലോസിറ്റിയും ഏരിയയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. സോ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇതുപോലെ ആയിരിക്കും ഗ്രാഫ് കിട്ടുക കേട്ടോ. അടുത്ത ക്വസ്റ്റിലോട്ട് പറഞ്ഞാലോ. സോ ഗൈസ്, ഹിയർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റീസൺ ഫോർ തിക്ക് ടംബ്ലർ ക്രാക്കിംഗ് വെൻ എ ബോയിലിംഗ് ലിക്വിഡ് ഈസ് പോർ ഇൻ ടു ഇറ്റ്? അതായത് ഒരു ടംബ്ലർ ഉണ്ട്, ഒരു ഗ്ലാസ് ടംബ്ലർ. നമ്മൾ അതിലോട്ട് ചുടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ടംബ്ലർ ക്രാക്ക് ചെയ്യാനുള്ള കാരണം എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ഒരു ഗ്ലാസ് ടംബ്ലറിലോട്ട് നമ്മൾ ഭയങ്കര ഹോട്ട് വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് ക്രാക്ക് ആവുന്നത്? അതിൻ്റെ റീസൺ എന്താണ്? അതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അതൊരു പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. സോ അതിനാൽ തന്നെ അകത്തൊഴിക്കുന്ന സാഹചര്യത്തിൽ ഡ്യൂ ടു തെർമൽ എക്സ്പാൻഷൻ അകം എന്താവും? ആ ഗ്ലാസിൻ്റെ ഇൻസൈഡ് പോർഷൻ എക്സ്പാൻഡ് ചെയ്യും. ഔട്ട്സൈഡ് പോർഷനിലൂടെ ഹീറ്റ് എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇൻസൈഡ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ഇൻസൈഡ് എക്സ്പാൻഡ് ചെയ്യും, ഔട്ട്സൈഡ് അതുപോലെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് അത് ക്രാക്ക് വീഴുന്നത്. കാര്യം മനസ്സിലാവും. ഒരു ഗ്ലാസ് ഉണ്ട് എൻ്റെ കയ്യിൽ, അതിലോട്ട് ഞാൻ ചുടുവെള്ളം ഒഴിച്ചു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഇൻസൈഡ് അകത്ത് ഹോട്ട് ആയതുകൊണ്ട് അത് എന്ത് ചെയ്യും? ലീനിയർ എക്സ്പാൻഷൻ അല്ലെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യും. ലീനിയർലി തന്നെ ആവണമെന്നില്ല. സോ അതിൻ്റെ ഏരിയ എക്സ്പാൻഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തോ അത് തെർമലി എക്സ്പാൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഇൻസൈഡ് പോർഷൻ തെർമലി എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, പാരാമീറ്റേഴ്സിൽ മാറ്റം സംഭവിച്ചില്ല, ഡയമെൻഷൻസിൽ മാറ്റം സംഭവിക്കും. പക്ഷേ പുറംഭാഗം അങ്ങനെയല്ല, പുറംഭാഗത്തോട്ട് ഹീറ്റ് എത്തിയിട്ടുണ്ടാവില്ല. കാരണം ഗ്ലാസ് ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, ശരിയല്ലേ? സോ അതിനാൽ തന്നെ അകം എക്സ്പാൻഡ് ചെയ്യും തെർമലി, പുറംഭാഗം അതുപോലെ തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അവിടെ ക്രാക്ക് വീഴുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. ദിസ് ഈസ് റീസൺ ഫോർ ദ ക്രാക്കിംഗ്. സോ അതിൻ്റെ ഡീറ്റെയിൽ ആയ എക്സ്പ്ലനേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. സോ ഇന്നർ സർഫേസ് എന്താവും? എക്സ്പാൻഡ് ചെയ്യും പെട്ടെന്ന്. പക്ഷേ ഔട്ടർ സർഫേസ് എന്താണ്? റിമൈൻസ് കൂൾ. ബിക്കോസ് അത് ബാഡ് കണ്ടക്ടർ ആയതുകൊണ്ട് പുറത്തോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യില്ല. സോ അതിനാൽ തന്നെ എന്താണ്? ഒരു അൺഈക്വൽ എക്സ്പാൻഷൻ നടക്കുന്നത് കൊണ്ടാണ് ക്രാക്കിംഗ് വീഴുന്നത്. അകത്ത് എക്സ്പാൻഡ് ചെയ്യും, പുറം ഭാഗം എക്സ്പാൻഡ് ചെയ്യില്ല. സോ ഒരു അൺഈക്വൽ എക്സ്പാൻഷൻ നടക്കുന്നത് കൊണ്ടാണ് ഗ്ലാസിനകത്ത് ക്രാക്കിംഗ് വീഴുന്നത് കേട്ടോ. മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ബി ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അവിടെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന ഫാക്ടർ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ശ്രദ്ധിക്കണം. ഡിറ്റർമൈൻ ദ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് 7 gram of water into ice. Specific latent heat of ice is 80 calories per gram. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് യൂണിറ്റ് കൺവേർഷൻ ആണ്. ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റണം. അതുപോലെ തന്നെ കലോറി പെർ ഗ്രാമിനെ ജൂൾ പെർ കിലോഗ്രാമിലോട്ട് മാറ്റണം. ആ SI യൂണിറ്റിലോട്ടുള്ള കൺവേർഷനാണ് പല മക്കളെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അതായത് 7 gram ഓഫ് വാട്ടറിനെ ഐസാക്കി മാറ്റാൻ ആവശ്യമുള്ള ഹീറ്റ് കണ്ടുപിടിക്കണം, ശരിയല്ലേ? അതിനുവേണ്ടി ചോദ്യത്തിനകത്ത് അവരെന്ത് നൽകിയിട്ടുണ്ട്? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഐസ് നൽകിയിട്ടുണ്ട്. ലേറ്റന്റ് ഹീറ്റ് അവർ നൽകിയിട്ടുണ്ട്. Q ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോമുല എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? വളരെ സിമ്പിളായ ഫോമുലയാണ്. നോക്കടാ, latent heat of fusion. Latent heat of fusion എത്രയാണ്? ദാറ്റ് ഈസ് LF ഈക്വൽ ടു ഫോമുല അറിയാം, Q/m ആണ്. ഓക്കെ, ഇവിടെ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ എഴുതട്ടെ. LF അവർ ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട് 80 calories per gram. മാസ് അവർ നൽകിയിട്ടുണ്ട് എത്രയാണ്? 7 gram. സോ ഈ 2 കാര്യങ്ങളുണ്ട്. Q സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. Q നമുക്ക് സിമ്പിളായി കണ്ടുപിടിക്കാം. Q ഈക്വൽ ടു LF ഇൻറ്റു M ആണ് ഫോമുല. Q ഈക്വൽ ടു LF ഇൻറ്റു M. എല്ലാം നമുക്ക് ഡയറക്റ്റ് ആണ്. പക്ഷേ ഇവിടെ കുറച്ച് മാറ്റങ്ങളുണ്ട്. മാസിന് നമുക്ക് എന്തിലോട്ട് മാറ്റണം? SI യൂണിറ്റ് ആയ കിലോഗ്രാമിലോട്ട് മാറ്റേണ്ട, തീർച്ചയായും മാറ്റണം. സോ 7 ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണ്? 7/1000. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.007 കിലോഗ്രാം.
അടുത്തതാണ് നിങ്ങളെ കുറച്ചുകൂടി ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, ശരിയല്ലേ? അതായത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ നൽകിയിരിക്കുന്നവർ ഏതിലാണ്? കലോറി പെർ ഗ്രാമിലാണ്. സോ 80 കലോറി പെർ ഗ്രാമിലാണ്. അതിനെ ജൂൾ പെർ കിലോഗ്രാമിലോട്ട് മാറ്റണം. കലോറിയെ ജൂളിലോട്ട് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അതിനെ 4.2 കൊണ്ട് ഗുണിച്ചാൽ മതി. അടുത്തത് ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് താഴെ ആക്ച്വലി ഡിനോമിനേറ്ററിൽ ഇൻറ്റു 10⁻³ ആണ്. അത് ന്യൂമറേറ്ററിലോട്ട് വരുമ്പോൾ എന്താവും? ഇൻറ്റു 10³ എന്നായിട്ട് മാറും, അല്ലെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കുന്നത് പോലെ ആയിട്ട് മാറും. സോ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ്റെ ഉത്തരം എത്രയാണ്? ദാറ്റ് ഈസ് 336 ഇൻറ്റു 10³ എന്നാണ് കിട്ടുക, ജൂൾ പെർ കിലോഗ്രാം. 336 ഇൻറ്റു 10³ ജൂൾ പെർ കിലോഗ്രാം. സിമ്പിളാണ്. ഇനി നമുക്ക് Q കണ്ടുപിടിക്കാലോ. Q ഈക്വൽ ടു 336 ഇൻറ്റു 10³ ജൂൾ പെർ കിലോഗ്രാം. സോറി, ഇവിടെ യൂണിറ്റ് ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇൻറ്റു അടുത്ത M എത്രയാണ്? 0.007. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 23, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മക്കളെ, 2352 ജൂൾ. 2352 ജൂൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഇതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ പറയുന്ന കൺവേർഷൻസ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് കലോറിയെ ജൂളിലോട്ട് മാറ്റുക എന്ന കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കിയെല്ലാം ഓക്കെയാണ്, ബാക്കിയെല്ലാം വളരെ സിമ്പിളുമാണ്. റെഡിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലൂടെ അടക്കാം. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, അടുത്ത വളരെ ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യനാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ചോദ്യമാണ്. അതായത് ഇത് ഞാൻ എത്രയോ തവണ റിപ്പീറ്റ് ചെയ്ത് ഇത് പഠിക്കണം എന്ന് പല കുറി പറഞ്ഞതാണ്. കാർനോട്ട് എഞ്ചിൻ്റെ PV ഗ്രാഫ് വരയ്ക്കുക. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് 100% എഫിഷ്യൻസി ഉള്ള കാർനോട്ട് എഞ്ചിൻ ഉണ്ടാക്കാൻ സാധിക്കാതെ? ഈ രണ്ട് കാര്യങ്ങളുടെ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു തന്ന കാര്യമാണ്. സോ ഇതാണ് PV ഗ്രാഫ്, എല്ലാവർക്കും അറിയാം. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയാബാറ്റിക് കംപ്രഷൻ. അതുപോലെ തന്നെ ആ പറയുന്ന പ്രഷറും ടെമ്പറേച്ചറും വോളിയും കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയണം. അടുത്ത് എന്തുകൊണ്ടാണ് 100% എഫിഷ്യൻസി ഉള്ള കാർനോട്ട് എഞ്ചിൻ അല്ലെങ്കിൽ ഹീറ്റ് എഞ്ചിൻ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കാത്തത്? അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് ലോ കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. നോക്കണം, സെക്കൻഡ് പോയിന്റ് ശ്രദ്ധിക്കണം. ദ എഫിഷ്യൻസി വുഡ് ബി 100% ഇഫ് Q2 ഈക്വൽ ടു 0. അതായത് ഈ കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് സോഴ്സിൽ നിന്ന് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർവ് ചെയ്യുന്നു, അതുപയോഗിച്ച് ഒരു വർക്ക് ചെയ്യുന്നു. റിമൈനിങ് വരുന്ന Q2 എമൗണ്ട് ഓഫ് ഹീറ്റിന് എങ്ങോട്ട് കൊടുക്കുന്നു? കോൾഡ് റിസർവോയറിലോട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ സിങ്കിലോട്ട് കൊടുക്കുന്നു. ഇങ്ങനെയാണ് പരിപാടി നടക്കുക. ഈ Q2 ഒരു കാരണവശാലും 0 ആവില്ല. Q2 0 ആയാൽ മാത്രമേ എഫിഷ്യൻസി എന്താവുകയുള്ളൂ? 100% ആവുകയുള്ളൂ. സോ Q2 എന്ന് പറയുന്ന നമ്മുടെ സിങ്കിലോട്ട് കൊടുക്കുന്ന ടെമ്പറേച്ചർ അഥവാ വേസ്റ്റേജ് ഓഫ് ഹീറ്റ് ഒരു കാരണവശാലും എന്താവില്ല? 0 ആവില്ല. അതായത് ഈ സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന മുഴുവൻ ഹീറ്റിനെയും വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. ചെറിയ എമൗണ്ട് ഓഫ് ഹീറ്റ് എങ്കിലും എന്തായിട്ട് പോവും? വേസ്റ്റേജ് ആയിട്ട് സിങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ 100% എഫിഷ്യൻസിയുള്ള ഹീറ്റ് എഞ്ചിൻ അഥവാ കാർനോട്ട് എഞ്ചിൻ ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. അതൊരിക്കലും പ്രാക്ടിക്കലി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനാലാണ് ഇതൊരു ഐഡിയൽ കോൺസെപ്റ്റായി തന്നെ നിലനിൽക്കുന്നത് കേട്ടോ. റെഡിയല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അടുത്ത ചോദ്യം ഒരു 3 മാർക്ക് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, സിമ്പിൾ ആണടാ. ഡയമെൻഷൻ ഓഫ് എനർജിയുടെ ഡയമെൻഷൻ എന്താണ് നമ്മൾ പഠിച്ചല്ലേ? യെസ്, എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ വർക്കിൻ്റെയും എനർജിയുടെ ഒക്കെ സെയിം ഡയമെൻഷൻ ആണ് ml² T⁻². സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എല്ലാവർക്കും അറിയാം. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ അതിൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള മുഴുവൻ ടേംസിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ അതിൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള മുഴുവൻ ടേംസിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്ത് താഴെ നൽകിയിരിക്കുന്ന ഇക്വേഷൻ്റെ ഡയമെൻഷനലി കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുക. ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ T=2π√L/G ആണ് നമ്മൾ ചെയ്യാറുള്ളത്. അത് ഡയമെൻഷനലി കറക്റ്റ് ആണെന്നുള്ള കാര്യവും നമുക്കറിയാം. പക്ഷെ അവർ ആ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തി. എല്ലിന് പകരം എന്ത് കൊടുത്തു? M തന്നിട്ട് ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാലോ, വളരെ സിമ്പിൾ ആണ്. സോ ഇങ്ങനെയുള്ള ചോദ്യം റൂട്ട് വന്നാൽ നമ്മൾ ഏറ്റവും എളുപ്പം രണ്ടിലും സ്ക്വയർ ചെയ്യാം. സോ എന്ത് കിട്ടും? T² = 4π² M/G എന്ന് വരും. 4π² എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, അവൻ എന്തില്ല? അവന് ഡയമെൻഷൻ ഇല്ല. T² എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ സ്ക്വയർ ആണ്, ഡയമെൻഷൻ എന്തായിരിക്കും? ക്യാപിറ്റൽ T² ആണ്. മാസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ M,
ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ LT⁻². ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? mL⁻². ഇതാണ് റൈറ്റ് സൈഡിൻ്റെ ഡയമെൻഷൻ. ലെഫ്റ്റ് സൈഡിൻ്റെ ഡയമെൻഷനോ T². സോ ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഒരിക്കലും ഈ രണ്ട് ഡയമെൻഷൻസ് ഡിഫറെൻ്റ് അല്ലേ? രണ്ട് ഡയമെൻഷൻസ് ഡിഫറെൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഡയമെൻഷനലി കറക്റ്റ്. ഇതെന്തല്ല? ഡയമെൻഷനലി കറക്റ്റ് അല്ല. ഡയമെൻഷനലി കറക്റ്റ് അല്ല. നോട്ട് ഡയമെൻഷനലി കറക്റ്റ്. ഓക്കെ ഫൈൻ. ഇത് ഡയമെൻഷനലി കറക്റ്റ് അല്ല. രണ്ട് സൈഡിൻ്റെയും ഡയമെൻഷൻ വ്യത്യാസമാണ്. അതിനാൽ തന്നെ ഇതെന്തല്ല? ഡയമെൻഷനലി കറക്റ്റ് അല്ല എന്ന കാര്യം മനസ്സിലാക്കുക. പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്ത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് h. സ്റ്റേറ്റ് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം നിങ്ങൾക്കറിയാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ് എന്ന ഡെറിവേഷനും നമ്മൾ പഠിച്ചതാണ്. ശരിയല്ലേ? ആദ്യം വർക്ക് എനർജി തിയറം, അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു വർക്ക് ഡൺ. ആ പ്രൂഫ് നമ്മൾ ഓൾറെഡി പല കുറി പഠിച്ചതാണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു വർക്ക് ഡൺ. ഞാനത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്താണ് മക്കളെ? ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ കൺസർവേറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജിയുടെ കൺസർവേഷൻ ABC എന്ന് പറയുന്ന 3 പോയിന്റിലും മെക്കാനിക്കൽ എനർജി, ടോട്ടൽ മെക്കാനിക്കൽ എനർജി mgh ആണ്. നമ്മൾ ആ പ്രൂഫ് പഠിച്ചിട്ടുണ്ട്. സോ അതുപോലെ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഈസി ആയി തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യം. അതിൻ്റെ ഗ്രാഫ് കൂടി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫും സിമ്പിൾ അല്ലേ? യെസ്, അതിൻ്റെ ഗ്രാഫും വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ പഠിക്കേണ്ടതാണ്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ, റൈറ്റ്? സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ സ്വന്തം സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓറിയൻറ്റഡ് ആയ അടുത്തൊരു ഡയറക്റ്റിവിറ്റി ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഡിഫൈൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഡിഫൈൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. എന്താണ് SHM എന്ന് പറഞ്ഞു വെച്ചാൽ അതൊരു സാധാരണ ഓസിലേഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് ആൻ ഓസിലേഷൻ. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവണമെങ്കിൽ ഈ വസ്തുവിനെ ഞാൻ ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കുകയാണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാണ്. അതിനകത്ത് ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് മീൻ പൊസിഷൻ അല്ല, അതേ ടുവേർഡ്സ് മീൻ പൊസിഷനാണ്. അഥവാ ഡിസ്പ്ലേസ്മെൻറ്റും റീസ്റ്റോറിംഗ് ഫോഴ്സും ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അവിടുത്തെ കണ്ടീഷൻ മനസ്സിലാക്കുക. F ഈസ് പ്രപ്പോർഷണൽ ടു X ആയിരിക്കണം. അതുപോലെ തന്നെ F ഈസ് ഈക്വൽ ടു -kx ആണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് എന്താവുക? അത് SHM ആയിട്ട് മാറുക. അതായത് റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടി ആയിരിക്കണം. K എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കോൺസെപ്റ്റ്. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ ചിലപ്പോൾ ഇനി അടുത്ത പരീക്ഷയിൽ ചോദിക്കാം. അതും അതിനകത്തുള്ള പാരാമീറ്റേഴ്സ് കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എഴുതണമെന്നില്ല. ഇത് നെക്സ്റ്റ് പരീക്ഷയിൽ ഉപകാരപ്പെടമാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ നിസ്സാരമായ ചോദ്യം. ഇതേ ക്വസ്റ്റ്യൻ ഇതേപടി ഞാൻ പഠിപ്പിച്ചു. സെയിം ക്വസ്റ്റ്യൻ, ഒരു മാറ്റവുമില്ലാതെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഒരു മാറ്റവുമില്ലാതെ സെയിം ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഓർമ്മയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശ്രദ്ധിക്കടാ. At what distance from the mean position the kinetic energy of simple harmonic oscillator is equal to potential energy? ഏത് ദൂരത്തിലാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തുല്യമാവുന്നത് എന്നാണ് ചോദ്യം. ഈസി അല്ലേ? യെസ്, നമ്മൾ പഠിച്ചതാണ്, നിങ്ങളെ ഞാൻ പഠിപ്പിച്ചതാണ്. ശ്രദ്ധിക്കടാ. ആദ്യം കൈനറ്റിക് എനർജി ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഈക്വൽ ടു ½ k A² - x². ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഈക്വൽ ആവുന്ന ദൂരമല്ലേ? സോ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ ½ kx². രണ്ടും ഇക്വേറ്റ് ചെയ്യാം. So kinetic energy equal to potential energy. So ½ k A² - x² is equal to എന്ത് കിട്ടും? ½ k x². അകത്തോട്ട് ½ k മൾട്ടിപ്ലൈ ചെയ്താടാ. സോ ½ k A² - ½ k x² ഈക്വൽ ടു ½ k x². -½ k x² റൈറ്റ് സൈഡിലോട്ട് വിടാം. -½ k x² ഞാൻ റൈറ്റ് സൈഡിലോട്ട് വിടുകയാണ്. സോ ½ k A² ഈസ് ഈക്വൽ ടു ½ k x² പ്ലസ് ½ k x² എന്ന് വരും. അര പ്ലസ് അര ഒന്നല്ലേ? സോ ½ k A² ഈക്വൽ ടു k x² എന്ന് കിട്ടും. ഏതൊക്കെ ടേംസ് ക്യാൻസൽ ചെയ്യാം? കെയും കെയും ക്യാൻസൽ ചെയ്തു. സോ A²/2 ഈക്വൽ ടു എന്ത് വരും? x². സോ x ഈക്വൽ ടു എന്ത് വരും? √A²/2. സോ x ഈക്വൽ ടു A/√2 എന്ന് വരും. x വിൽ ബി ഈക്വൽ ടു A/√2. സെയിം ക്വസ്റ്റ്യൻ ഒരു മാറ്റവുമില്ലാതെ പഠിപ്പിച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അടിപൊളിയായിട്ട് എഴുതേണ്ട ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. അടുത്തതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ലടാ. ഒരു ഓപ്പൺ പൈപ്പിൻ്റെ ഫ്രീക്വൻസിയുടെ റേഷ്യോ
1:2:3 ആണെന്ന് പ്രൂവ് ചെയ്യുക. ഡയറക്റ്റ് ഡെറിവേഷനാണ്, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഡെറിവേഷൻ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പൺ പൈപ്പിൻ്റെ ഫ്രീക്വൻസിയുടെ റേഷ്യോ 1:2:3 ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഡെറിവേഷൻ ഓൾറെഡി ജസീൽ സാർ നിങ്ങളെ പഠിപ്പിച്ചു. അതേ സ്ലൈഡ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദർ ഇസ് എ ബി ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കണം. അവിടെ ഒരു ബി ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ബി ക്വസ്റ്റ്യനകത്ത് പറയുന്നത്? വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയറിലുള്ള സൗണ്ടിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 332 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഫണ്ടമെൻ്റൽ നോട്ട്, അഥവാ ν1 കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി ഓഫ് ദ ഫണ്ടമെൻ്റൽ നോട്ട് ν1 കണ്ടുപിടിക്കണം. ഓക്കെ, പൈപ്പിൻ്റെ ലെങ്ത് അവർ നൽകിയിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ ആണ്. അത് ക്ലോസ്ഡ് പൈപ്പാണ് കേട്ടോ. ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് പൈപ്പ്. സോ ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ν1 = V/4L ആണ്. ν1 = V/4L. എല്ലാവർക്കും അറിയുന്നതല്ലേ? വി എത്രയാണ്? 332 ആണ്. ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ലെങ്ത് എത്ര? 50 സെൻറ്റിമീറ്റർ. മീറ്ററിലോട്ട് മാറ്റുമ്പോൾ 50 × 10⁻². സോ 332 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 50 × 10⁻². ഇതിൻ്റെ ഉത്തരം 166 ഹെർട്സ് എന്ന് കിട്ടും കേട്ടോ. 166 ഹെർട്സ്. സോ ν1 = 166 ഹെർട്സ്. അടുത്ത ക്വസ്റ്റിനിലോട്ട് കിടക്കട്ടെ. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെ സാധ്യതയേറിയ ഒരു ചോദ്യമാണ്. എ ബോഡി ഈസ് മോഷൻ എ പ്ലെയിൻ ഓറിയൻറ്റഡ് ആയ ചോദ്യം. എ ബോഡി ഈസ് ത്രോസ് എ ക്രിക്കറ്റ് ബോൾ വിത്ത് എ വെലോസിറ്റി u അറ്റ് ആൻ ആംഗിൾ θ വിത്ത് ദ ഹൊറിസോണ്ടൽ. അതായത് ഒരു ബോഡി ഒരു ക്രിക്കറ്റ് ബോളിനെ തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ ഹൊറിസോണ്ടലുമായിട്ട് അങ്ങോട്ട് വലിച്ചെറിയാണ്. സിമ്പിൾ. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഒരു വസ്തുവിനെ പ്രൊജക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. എ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കടാ. അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്, ഏറ്റവും ഉയർന്ന ഹയസ്റ്റ് പോയിന്റിൽ വാട്ട് ആർ ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി? ഹയസ്റ്റ് പോയിന്റിലുള്ള ഓരോ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി അറിയാലോ. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി Vx എന്തായിരിക്കും? u cos θ ആയിരിക്കും. വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി Vy എന്തായിരിക്കും? 0 ആയിരിക്കും. ഹയസ്റ്റ് പോയിന്റിൽ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ഇല്ല. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. അടുത്ത് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഡെറിവേഷൻ എല്ലാവർക്കും അറിയാം. വളരെ സിമ്പിൾ അല്ലേ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഡെറിവേഷൻ? ഞാനിതിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്. അറിയുന്ന ഡെറിവേഷനാണ്, പലകുറി പഠിപ്പിച്ചതാണ്. 3 ഡെറിവേഷൻസും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു പഠിപ്പിച്ചാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കലാണ്. സി ക്വസ്റ്റ്യൻ ഒരു അടിപൊളി ന്യൂമറിക്കലാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ന്യൂമറിക്കലാണ്. ഇഫ് ദ ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ ഫയർഡ് അറ്റ് 15 degrees 50 മീറ്റർ, കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. ഹൊറിസോണ്ടൽ റേഞ്ച് നൽകിയിട്ടുണ്ട്, ആംഗിൾ നൽകിയിട്ടുണ്ട്, വെലോസിറ്റി കണ്ടുപിടിക്കണം. സോ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. R = u² sin 2θ ഡിവൈഡഡ് ബൈ g. ഇതാണ് ഫോമുല. u² sin 2θ/g. അവർ ചോദ്യത്തിനകത്ത് എന്തൊക്കെ നൽകിയിട്ടുണ്ട് നോക്കണം, ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിച്ചാൽ മക്കളെ. അവർ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഉത്തരം നൽകിയിട്ടുണ്ട്. R = എത്രയാണ്? 50 മീറ്റർ എന്ന് പറയുന്നു. ആംഗിൾ തീറ്റ നൽകിയിട്ടുണ്ട്, 15 ഡിഗ്രിയാണ്. കണ്ടുപിടിക്കേണ്ടത് u ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലടാ? R 50 മീറ്റർ, തീറ്റ 15 ഡിഗ്രി, u കണ്ടുപിടിക്കാം. സോ ആദ്യം R പകരം 50 കൊടുത്തു. u² sin 2 × 15 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കൊടുക്കാം? 10 കൊടുക്കാമല്ലോ. 9.8 കൊടുത്താലും പ്രശ്നമില്ല, 10 കൊടുത്താലും പ്രശ്നമില്ല. 10 കൊടുക്കുമ്പോൾ സൈഡിലൊന്ന് എഴുതി വെക്കട്ടോ ഒരു സേഫ്റ്റിക്ക്. g = 10 m/s². കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ 9.8 കൊടുത്താലും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കണം മക്കളെ. 50 × 10 എത്രയാണ്? 500. 500 = u² sin 30. sin 30 എന്ന് വെച്ചാൽ 1/2 ആണ്. സോ 500 = u² ഇൻറ്റു 1/2. 1/2 ഇങ്ങോട്ട് പോകുമ്പോൾ 1000. 1000 = u². therefore u = √1000. √1000 എത്രയാണ് മക്കളെ? 31.6 ആണ്. സോ 31.6 m/s. 31.6 m/s. ഇതാണ് നമ്മുടെ ശരിയായ ഉത്തരം എന്ന് പറയുക. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത വളരെ സിമ്പിളായ ചോദ്യം. നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. സോ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നു, ശ്രദ്ധിക്കടാ. ഹിയർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ് ചെയ്യുക. അതിൽ നിന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം കണ്ടുപിടിക്കുക. പിന്നെ റീകോയിലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. സോ ആദ്യം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണ്? നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. F ഈസ് പ്രൊപ്പോർഷണൽ ടു dp/dt ആണ്. അല്ലെങ്കിൽ F ഈസ് ഈക്വൽ ടു k × dp/dt ആണ്. കെയുടെ വാല്യൂ 1 ആണ്. സോ സിമ്പിളി F ഈസ് ഈക്വൽ ടു dp/dt. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. നേരിട്ട് F = dp/dt എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്കൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ ടീച്ചർമാരല്ലേ, മാർക്കൊക്കെ കിട്ടും, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, റൈറ്റ്. ഇതാണ് നമ്മുടെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഇനി അടുത്ത ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അല്ലേ? എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ dp/dt = എന്താവും? dp/dt = 0. അപ്പോൾ dp = എന്താവും? 0 ആവും. അപ്പോൾ p = എന്തായിരിക്കും? എ കോൺസ്റ്റൻറ്റ്. p എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒന്ന് പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണടാ.
അടുത്ത ചോദ്യം, എന്താണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ? നമുക്കറിയാം, വെടിവെക്കുന്ന സാഹചര്യത്തിൽ, ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സാഹചര്യത്തിൽ ബുള്ളറ്റ് മുന്നോട്ടും ഗണ്ണ് പുറകോട്ടും. ആ ബാക്ക്വേർഡ് മോഷൻ ഓഫ് ഗണ്ണിനെയാണ് നമ്മൾ എന്ത് പറയുക? റീകോയിൽ മോഷൻ എന്ന് പറയുക. അതായത് ഗണ്ണിൻ്റെ പുറകോട്ടുള്ള മോഷനെ വിളിക്കുന്ന പേരാണ് റീകോയിൽ മോഷൻ എന്ന് പറയുക. അതാണ് പുറകോട്ട് ഗണ്ണ് പോകുമല്ലോ, ഗണ്ണിൻ്റെ ബാക്ക്വേർഡ് മോഷനെയാണ് റീകോയിൽ എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അതിൻ്റെ ഡീറ്റെയിലിംഗ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. എ ബുള്ളറ്റ്, അടുത്ത് ഇതേ റീകോയിലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു ബുള്ളറ്റ് ഉണ്ട്, ബുള്ളറ്റിൻ്റെ മാസ് 50 ഗ്രാം ആണ്, ഗണ്ണിൻ്റെ മാസ് 4 കിലോഗ്രാം ആണ്, ബുള്ളറ്റിൻ്റെ വെലോസിറ്റി 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്, റീകോയിൽ സ്പീഡ് കണ്ടുപിടിക്കണം. സിമ്പിൾ അല്ലേ, എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. റീകോയിൽ സ്പീഡ് V = -mv/m ആണ് ഫോർമുല, എല്ലാവർക്കും അറിയുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ -mv/m. ഇതിനകത്ത് നേരിട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമ്മുടെ വാല്യൂസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. V = m എത്രയാണ് മക്കളെ? m എത്രയാണ്? m 50 ഗ്രാം അല്ലേ? m = 50 ഗ്രാം ആണ്. കിലോഗ്രാമിലോട്ട് മാറ്റുമ്പോൾ 50/1000 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.050 എന്ന് കിട്ടും. റൈറ്റ്, കിലോഗ്രാമിലാണ് കിട്ടുക. സോ അത് ഞാൻ യൂണിറ്റുകളൊക്കെ ഒന്ന് എഴുതാം, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. സോ മാസ് ഓഫ് ദ ബുള്ളറ്റ് ഈക്വൽ ടു 0.050 കിലോഗ്രാം. മാസ് ഓഫ് ദ ഗൺ എത്രയാണ്? 4 കിലോഗ്രാം. അടുത്ത ഗണ്ണിൻ്റെ വെലോസിറ്റി സ്മോൾ v എത്രയാണ്? 100 മീറ്റർ പെർ സെക്കൻഡ്. 100 മീറ്റർ പെർ സെക്കൻഡ്. ഇനി കണ്ടുപിടിക്കുക എളുപ്പമല്ലേ? -0.050 × 100 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാടാ? 50 അല്ലേ വരിക? യെസ്, 50 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. 50 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. 0.5 5/100 എന്ന് കിട്ടും. മാമനോടൊന്നും തോന്നല്ലേ, 5/100 എന്ന് കിട്ടും. ആൻസർ വിൽ ബി 0.05 മീറ്റർ പെർ സെക്കൻഡ്. 0.05 മീറ്റർ പെർ സെക്കൻഡ്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? വളരെ 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 സിമ്പിളായ ചോദ്യം. എവിടെയോ എന്തോ പ്രശ്നമുണ്ടല്ലോടാ, സോറി ഗൈസ്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടടാ. മാസ് എന്ന് പറഞ്ഞാൽ 4 കിലോഗ്രാം ആണ്. 4, സോ 5/4 എന്നാണ് കിട്ടുക. 5/4 എത്രയാണ്? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യടാ. 5 ഡിവൈഡഡ് ബൈ 4 1.25 എന്നാണ് കിട്ടുക കേട്ടോ. സോ 1.25 മീറ്റർ പെർ സെക്കൻഡ്. ആക്ച്വലി ഒരു മൈനസ് സൈൻ കൂടി ഇടണം ഏടാ, മൈനസ് ഇടണം കേട്ടോ. സോ -1.25 മീറ്റർ പെർ സെക്കൻഡ്. ഈ മൈനസ് സൈൻ വരാനുള്ള കാരണം ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് മൂവ് ചെയ്യുന്നത്? ഗണ്ണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു മൈനസ് സൈൻ വരുന്നത്. സോ -1.25 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഈസി ആയിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലാതെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഡയറക്റ്റ് കാൽക്കുലേഷൻ ആണ്, ഫോർമുല മനസ്സിലാക്കുക, യൂണിറ്റ് കൺവേർഷൻ മനസ്സിലാക്കുക, വേറെ ഒന്നുമില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റിനോട് കിടക്കാം. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രാവിറ്റേഷൻ ഓറിയന്റഡ് ആയ ചോദ്യമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചോദ്യമാണേ. ശ്രദ്ധിക്കടാ, ഡയറക്റ്റ് ആണ്, ഒട്ടും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചെന്ന കാര്യം അതുപോലെ തന്നെ ചോദിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, എർത്ത് ഇമ്പാർട്ട് സെയിം ആക്സലറേഷൻ ഓൺ ആൾ ഒബ്ജക്റ്റ്, വൈ? എല്ലാവർക്കും അറിയാം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ G = gm/r² ആണ്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മാസ് ഓഫ് ദ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മാസ് ഓഫ് ദ എർത്തിനെയും റേഡിയസിനെയും യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിനെയല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ വസ്തുവിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിനാൽ തന്നെ എല്ലാ വസ്തുക്കൾക്കും ഒരേ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നെ ആയിരിക്കും. അടുത്ത്, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ വേരിയേഷൻ ഓഫ് G വിത്ത് ഹൈറ്റ്. അതായത് ഉയരം കൂടുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുക? ഡിറൈവ് ചെയ്യുക. അടുത്തത്, ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫും നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചാണ്. അതായത് ഡെപ്തും ഹൈറ്റും ഓറിയന്റഡ് ആയ കമ്പൈൻഡ് ഗ്രാഫാണ്. ഈസി ആയി തന്നെ സെറ്റ് ആക്കാലോ. ആദ്യം ഡെറിവേഷൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേരിയേഷൻ ഓഫ് G വിത്ത് ഹൈറ്റിന്റെ ഡെറിവേഷൻ ഉണ്ട്. G' = G × 1 - 2h/r. അടുത്ത ഗ്രാഫ് വാടാ, ഇതാ ഗ്രാഫ്. ഈ ഗ്രാഫും നിങ്ങളെ വരച്ചു പഠിപ്പിച്ച ഗ്രാഫാണ്. ഇത് ഞാൻ ആ പറയുന്ന സൂപ്പർ 60ലുള്ള ഗ്രാഫ് അതുപോലെ എടുത്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. സെന്ററിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. സർഫേസിൽ അത് മാക്സിമം ആണ്. പിന്നീട് അങ്ങോട്ട് ഉയരം കൂടുമ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. റൈറ്റ്, എല്ലാവർക്കും അറിയുന്ന ഗ്രാഫാണ്, സിമ്പിൾ ഗ്രാഫ്. അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്ന അവസാന ചോദ്യം, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? പോയ്സെല്ലിയാണ്. അതുപോലെ തന്നെ ഒരു വസ്തു ഒരു മീഡിയത്തിലൂടെ താഴോട്ട് വീണു, ഒരു മെറ്റൽ സ്പിയർ, അതായത് ടെർമിനൽ വെലോസിറ്റി ഓറിയന്റഡ് ആണ്. ഒരു മെറ്റൽ സ്പിയർ താഴോട്ട് വീണുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു വെച്ചാൽ ടെർമിനൽ വെലോസിറ്റി ഡിറൈവ് ചെയ്യുക. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? യെസ്, പോയ്സെല്ലിയാണ് യൂണിറ്റ്. മറ്റുള്ള യൂണിറ്റുകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ആക്ട് ചെയ്യുന്ന എന്താ പറയുക, ഫോഴ്സുകൾ എന്ന് പറഞ്ഞാൽ താഴോട്ട് വെയിറ്റ് ആക്ട് ചെയ്യും, മുകളിലോട്ട് എന്തായാലും ബോയിന്റ് ഫോഴ്സും അതുപോലെ തന്നെ വിസ്കോസിറ്റിയും ആക്ട് ചെയ്യും. അതിൽ നിന്ന് ഞാൻ എന്ത് ഡിറൈവ് ചെയ്തു? നമ്മുടെ ടെർമിനൽ വെലോസിറ്റി ഡിറൈവ് ചെയ്ത ഡെറിവേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറ്റല്ല, ഗംഭീരമായിട്ട് മനസ്സിലായില്ലേ? എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും എല്ലാ ചോദ്യങ്ങളും മനസ്സിലായി. അതിൻ്റെ ഇക്വേഷൻസും ന്യൂമറിക്കൽസും ഡെറിവേഷൻസും എല്ലാം ഉൾപ്പെടുത്തിയ
വീഡിയോ ആണിത്. സോ അതിനാൽ തന്നെ നിങ്ങൾക്ക് സ്ലൈഡ് വേണമെങ്കിൽ ജസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യുക. എല്ലാ സബ്ജക്റ്റുകളുടെയും ഇതുപോലെ ഉത്തരക്കടലാസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയ ആൻസർ ഈ ഡിസ്കഷൻ ഉണ്ടാവും. അതിൻ്റെ എല്ലാം സ്ലൈഡ്സും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ജസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി അങ്ങോട്ട് നമ്മുടെ പബ്ലിക് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു 7-8 ദിവസങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. സോ ആ ദിവസങ്ങൾ എങ്ങനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ കാത്തു വെച്ചിരിക്കുന്നത് എന്ന കാര്യങ്ങളുമായിട്ട് സൈലം വരുന്നുണ്ട്. ഡോൺ വറി, ഉഷാറാക്കാം നമുക്ക്. അതുപോലെ തന്നെ മക്കളെ, നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് വീഡിയോൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ. ഇതേ ചോദ്യങ്ങളിൽ പലതും പബ്ലിക് എക്സാമിന് വരാം, സംശയമൊന്നും വേണ്ട. അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ വേരിയൻ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം ഈ ടോപ്പിക്കിൽ നിന്ന് തന്നെ. സോ അതിനാൽ തന്നെ എല്ലാവരിലോട്ടും ഷെയർ ചെയ്യുക. ഗംഭീരമായിട്ട് പഠിക്കുക. സൈലം കൂടെയുണ്ട്. നമ്മൾ എന്തായാലും പബ്ലിക് എക്സാം തൂക്കിയിരിക്കും. എല്ലാ സബ്ജക്റ്റിൻ്റെയും സ്റ്റഡി പ്ലാനുമായിട്ട് സൈലം വരുന്നുണ്ട്. കൂളായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സെറ്റാക്കുക.